ഹലോ, ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. സ്ത്രീകളുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രാഗൽഭ്യമൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട് ചെറുപ്പക്കാരെന്ന് പറയാം. അപ്പോൾ അത് പലപ്പോഴും പലതരത്തിലുള്ള അബദ്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാറുണ്ട് അവരുടെ ശ്രദ്ധക്കുറവ് മൂലം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇഷ്ടം നേടിയെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഇഷ്ടം ശ്രദ്ധ ആകർഷിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നാൽ ഈ സ്ത്രീകളുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ആൺകുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കും, അവർ വളരെ ഓവറായിട്ട് സംസാരിക്കുന്നത്, ചുമ്മാ ഒരു കാര്യമില്ലാതെ യാതൊരു കഴമ്പുമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിനോട് യാതൊരു റിലേറ്റഡും അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ യാതൊരു വസ്തുനിഷ്ഠയില്ലാതെ അല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സംസാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിർന്ന സ്ത്രീകൾക്ക് വരെ ഇഷ്ടമല്ല, പിന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യം പറയണോ. അപ്പോൾ യാതൊരു കഴമ്പുമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു കാര്യവുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ വളവളാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും തന്നെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാനായിട്ട് അല്ലെങ്കിൽ തങ്ങളെ ഇഷ്ടപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടിയുടെ മുന്നിൽ വെച്ച് ഒരിക്കലും ഇതുപോലെ യാതൊരു തരത്തിലുള്ള വളവളാന്നുള്ള സംസാരമോ കഴമ്പില്ലാത്തതോ അല്ലെങ്കിൽ വസ്തു ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള സംസാരമൊക്കെ ഒഴിവാക്കുകയാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അതേപോലെ സംസാരിക്കുമ്പോൾ വെച്ചാൽ വളഞ്ഞൊടിഞ്ഞൊക്കെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് നിവർന്നൊന്നും നിൽക്കാതെ ഒരിക്കലും നിന്ന് സംസാരിക്കരുത്. എപ്പോഴും നല്ല നിവർന്ന് നിന്ന് ആത്മവിശ്വാസത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നിവർന്ന് നിന്ന് സംസാരിക്കുക, നമ്മൾ ആ പറയുന്ന കാര്യത്തിൽ തന്നെ ഒരു പോസിറ്റിവിറ്റിയും അതുപോലെ നിങ്ങളുടെ കോൺഫിഡൻസും എല്ലാമാണ് ആ നിവർന്ന് നിന്ന് തല ഉയർത്തിപ്പിടിച്ച് കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ അതൊരു ബെസ്റ്റ് ഇംപ്രഷൻ. നിങ്ങൾ ആരുടെ അടുത്താണ് ഇഷ്ടം നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് സൈനേ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇക്കാര്യം ശ്രദ്ധിക്കുക. ചിലരെ കണ്ടിട്ടുണ്ട്, അവർ പറയുന്നതിൽ വലിയ തമാശയൊന്നും ഉണ്ടാവില്ല, എന്നാൽ അവർ തന്നെത്താനെ ചിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോമാളിത്തരങ്ങളൊക്കെ ഒഴിവാക്കുക. അവൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് എൻജോയ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആസ്വദിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും സംസാരിക്കുക. അല്ലാതെ സ്വയം തമാശ പറഞ്ഞ് ചിലപ്പോൾ മറ്റുള്ളവർക്ക് തികച്ചും അരോചകമായിട്ടായിരിക്കും തോന്നുന്നത്, ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ, അതായത് തനിയെ കോമഡി പറഞ്ഞ് തനിയെ ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണോ സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരെ? അപ്പോൾ അതുപോലെ തന്നെയാണ് ആർക്കും ഇഷ്ടമല്ല സ്വാർത്ഥത, സെൽഫിഷ്നെസ്, സ്വന്തം കാര്യം വേണ്ടി മാത്രം നേടാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം എന്ത് കാര്യത്തിലും ഞാൻ എൻ്റെ കാര്യം മാത്രം എന്നുള്ള ഭയങ്കര സ്വാർത്ഥമായിട്ട് ചിന്തിക്കുന്നവരാർക്കും ഇഷ്ടമല്ല. എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ചെങ്കിലും സമയം ചെലവഴിക്കും. മറ്റുള്ള കാര്യങ്ങൾ ചിലർ സംസാരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരെപ്പോഴും നമ്മളിപ്പോൾ അവരോടൊരു കാര്യം പറയുകയാണെങ്കിൽ അവരത് ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ പക്ഷേ അവരുടെ കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അങ്ങനത്തെ ഒരു ടൈപ്പ് മനുഷ്യരുണ്ട്. അങ്ങനത്തെയുള്ള ആളുകൾ ആർക്കും തന്നെ ഇഷ്ടമാവില്ല. ചിലപ്പോൾ നിവൃത്തികേട് കൊണ്ട് ചിലപ്പോൾ കേട്ടിരിക്കുന്നതായിരിക്കാം, പക്ഷേ അത്തരത്തിലുള്ള മനുഷ്യരാർക്കും തന്നെ ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാർത്ഥമായിട്ട് പെരുമാറുകയും അതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് നിസ്വാർത്ഥമായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും സ്വാർത്ഥതയുള്ളവരെ ആർക്കും തന്നെ ഇഷ്ടം. ചിലപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർ നിവർത്തിയേട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിരിക്കുന്നത്, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാർത്ഥത ഇല്ലാതെ വേണം ആരുടെ അടുത്താണെങ്കിൽ പോലും ബിഹേവ് ചെയ്യാനായിട്ട്. ഇനി പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും. മറവി എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലോ. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന കുട്ടിയുടെ പേര് മറന്നു പോവുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ആ കുട്ടിയുടെ പേര് മറന്നു പോവാതിരിക്കുക. ചില സന്ദർഭം നമ്മൾ ടെൻഷൻ കൊണ്ട് ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ പേരൊക്കെ ചിലപ്പോൾ മറന്നു പോയിന്നിരിക്കാം. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷനെ നിങ്ങളെക്കുറിച്ച് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൊന്നും മറന്നു പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരാളിൽ നിന്നൊരു ചിരി കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? നിങ്ങൾക്ക് സന്തോഷമാണോ ഇഷ്ടക്കേടാണോ തോന്നുക? അപ്പോൾ ഒരാളുടെ ആത്മാർത്ഥമായിട്ട് ചിരിക്ക് വളരെയേറെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്ന് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ
എപ്പോഴും നിങ്ങൾക്കൊരു പോസിറ്റീവ് ഇമേജ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നമ്മളിപ്പോൾ നടന്നു പോകുന്ന ടൈമിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് വരിക, നമ്മൾ ജസ്റ്റ് ഫേസിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നേരെ തിരിച്ച് ചിരിച്ചിരിക്കും അല്ലെങ്കിൽ പുഞ്ചിരിച്ചിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്കും ഒരു സന്തോഷമാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന, നിങ്ങളിഷ്ടം നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടിയുടെ മുന്നിൽ എപ്പോഴും ഭയങ്കര ഗൗരവത്തോടു കൂടിയിട്ട് നിന്ന് ഒരിക്കലും സംസാരിക്കാനായിട്ട് ശ്രമിക്കരുത്. എപ്പോഴും പുഞ്ചിരിയോട് കൂട്ടിയിട്ട്, ചിരി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ കൂടാതെ എപ്പോഴും പറയുന്ന പോലെ ആയുസ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. പക്ഷേ അതേ നല്ലത് നമുക്ക് എപ്പോഴും ഒരു ചിരി നമ്മുടെ ചുണ്ടിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റി തന്നെ നമുക്കും അതുപോലെ കാണുന്നവർക്കും പോസിറ്റിവിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടപെടുന്ന ആളുടെ മുന്നിൽ വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് അവരോട് നല്ല രീതിയിൽ, അത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഇമേജ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നുമോ പിന്നെ അതിലൊക്കെ എന്ത് കാര്യം, പക്ഷെ അതിലുണ്ട് കാര്യം. പെർഫ്യൂം, അതായത് നല്ല സ്മെല്ല്, ലൈറ്റ് സ്മെല്ല്, കുത്തിത്തുളസി കാരണം സ്മെല്ലൊന്നും അല്ല കേട്ടോ. ചിലരൊക്കെ അടുത്ത് വന്ന് നമ്മളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ഈവൻ റോഡിലൂടെ പോകുമ്പോൾ തന്നെ അടുത്തുകൂടെ ഒരു വണ്ടി പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള കുത്തിത്തുളസി അതുപോലത്തെ ഉള്ള എന്താ പറയുക കടുത്ത സ്മെല്ലൊന്നും അല്ല, നല്ല ലൈറ്റായിട്ടുള്ള സ്മെല്ല്. അത് നമ്മുടെ മനസ്സിലേക്ക് കൂടി കയറുന്ന ഒരു എന്താ പറയുക, നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സ്മെല്ല്. ഒരു പെർഫ്യൂമൊക്കെ സ്പ്രേ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആകർഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടിയുടെ അടുത്ത് പോയി സംസാരിക്കാനായിട്ട് പോകുമ്പോൾ. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംസാരിക്കുമ്പോൾ മസിൽ പിടിച്ച് അനങ്ങാതെ നിന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കരുത്. എപ്പോഴും ഇങ്ങനെ നമ്മുടെ അംഗവിക്ഷേപങ്ങളോട് കൂടിയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ മസിൽ പിടിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരത്തിൽ ഒരു രസമില്ല, നമുക്കൊരൊട്ടും ഇൻട്രസ്റ്റ് തോന്നില്ല. നമ്മൾ കുറച്ചൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിരിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ, ഓവർ ആക്ഷൻ അല്ല, കുറച്ചൊക്കെ അംഗവിക്ഷേപങ്ങളോട് കൂടിയിട്ട് കൈയൊക്കെ എടുത്തിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ നിങ്ങളിലേക്കുള്ള ആകർഷണം കൂട്ടുകയേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ വിട്ടേക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോമേ കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.